ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് എൻ്റെ മുന്തിരിത്തോട്ടം കേട്ടോ. ഇതിൽ ഞാൻ 2 വർഷം മുമ്പ് ഞാനിത് പ്ലാന്റ് ചെയ്തതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഇതുണ്ടായി വരുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് അവസാനം ആകുമ്പോഴത്തേനും ഇത് ശരിക്കും നമുക്ക് പഴുത്ത് പറിക്കാനാകത്തുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. അതിൽ ഒരു ചെടി അത് ഹസ്ബൻഡ് അറിയാതെ വെട്ടിക്കളഞ്ഞു. അത് നമ്മുടെ റാസ്ബെറി ബ്ലൂബെറിയും കൂടെ ആയിരുന്നു. അതിൽ പിന്നെ ഞാൻ അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടെ ഞാൻ ബ്ലൂബെറി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അതിവിടെയാണ് ബ്ലൂബെറി. ബ്ലൂബെറി പഴുത്ത് തുടങ്ങി കേട്ടോ. ബ്ലൂബെറി ഞാൻ കുറച്ച് കവർ കെട്ടിയിട്ട് ഈ കിളികൾ എല്ലാം കൊത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ. അപ്പം ഞാൻ ബ്ലൂബെറി ഇത് ഒരെണ്ണം പറിക്കട്ടെ. ബ്ലൂബെറി ഒരെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നുമല്ല. അതുപോലെ തന്നെ റാസ്ബെറി, എനിക്ക് ബെറീസ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു ചെടി അതറിയാതെ വെട്ടിക്കളഞ്ഞു പുള്ളി, ഭയങ്കര മുള്ളായിട്ട് കേട്ടോ. ഇവിടെയായിരുന്നു എൻ്റെ ആപ്പിൾ നട്ടത്. അതിപ്പോൾ അത് അങ്ങനെ കാട് കയറി കിടക്കുക, ആപ്പിളും കരിഞ്ഞു പോയി. ഒരു 10-20 ആപ്പിൾ കഴിഞ്ഞ വർഷം ഉണ്ടായതായിരുന്നേ. ഇത് നമ്മുടെ ചെറി നല്ലതായിട്ട് പിടിച്ചു വന്നായിരുന്നു, എനിക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാം വെട്ടി ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിയിട്ടു. അതും കരിഞ്ഞു പോയി. അതൊരു സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ഇത്രയും വളർത്തി, അത് ഒരു തൈക്ക് തന്നെ $105 വില. ആപ്പിളിൻ്റെ തൈക്ക് $85. നമുക്കത് വളർന്ന് പിടിച്ച് അതിൽ നിന്ന് കായ്ഫലം അനുഭവിച്ചിട്ട് അത് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഇതാണ് നമുക്കൊരു സന്തോഷം തരുന്ന, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഏതൊരു സാധനവും അത് വളർന്ന് അതിലൊരു കായ്ഫലങ്ങൾ തരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. ഒരിതാണ് ഇതാണ് എൻ്റെ ഈ ഒരു ഇതായിരുന്നു റാസ്ബെറി വലുതായിട്ട് വളർന്നു തന്നെ. ഇത് നമ്മുടെ മിൻറ്റ്, തക്കാളി, സ്ട്രോബെറി, പിന്നെ മുളക്, അതെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ 2-3 ചട്ടിയിൽ ഇപ്രാവശ്യം നട്ടുള്ള എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ചട്ടിയിലൊക്കെ ഇത്തിരി മുളകും കാര്യങ്ങളും തുളസിയൊക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ബാക്ക്യാർഡ് വിശേഷങ്ങൾ. പിന്നെ സുക്കിനി ഉണ്ട് കേട്ടോ. ഇതുണ്ട്, സുക്കിനി പൂത്തിട്ടുണ്ട്. പിന്നെ ഇത് മത്തങ്ങയാണ്. അല്ലല്ല, ക്യൂക്യുംബർ, അത് വളർന്നു വരുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. എല്ലാം അതിൽ ഫ്രൂട്ട്സ്. ഞാൻ ഈ സ്ട്രോബെറി കുറേ ഇങ്ങനെ പടർന്നായിരുന്നു, അതെല്ലാം കളഞ്ഞു. പിന്നെ നമ്മുടെ എഗ് പ്ലാന്റൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിനേ ഉള്ളൂ. മീൻസ് സമയമില്ലായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ശരിക്കും പച്ചക്കറി നമുക്ക് നട്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ലെവലിൽ കൂടെ പോകുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഇത് കണ്ടോ, എൻ്റെ ബ്ലൂബെറി എനിക്ക് 4 കിട്ടി. ബ്ലൂബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതുപോലെ തന്നെ ഇവിടെ നട്ടിട്ട്, ഈ ബ്ലൂബെറി നട്ടിട്ട് 6 വർഷമായ, ഇപ്പം അതിന് ഇലയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ അത് നട്ടിട്ട് കഴിഞ്ഞ വർഷം നട്ടതേ ഉള്ളൂ. അതാ വ്യത്യാസങ്ങൾ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.